ഒന്നുമല്ല വലയ്ക്കുന്നത്. ഇതിനൊരു പരിഹാരമായി അവധിക്കാലത്ത് കുട്ടികൾക്കിടയിൽ നോ ഫോൺ ചാലഞ്ച് പദ്ധതി വിജയകരമായി നടപ്പാക്കിയിരിക്കുകയാണ് പാലക്കാട് വടക്കഞ്ചേരിയിലെ മദർ തെരേസ സ്കൂൾ. പ്രിയ ഇളവള്ളി മഠം തയ്യാറാക്കിയ റിപ്പോർട്ട്. നഗരത്തിൽ ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ ഒരു രോഗിണിയായിരുന്നു. സാധാരണ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയ പിന്നെ കൂട്ടം കൂടി ചേർന്ന് കളിക്കാനോ പുസ്തകം വായിക്കാനോ ഒന്നും കുട്ടികൾക്ക് വലിയ താല്പര്യം കാണാറില്ല. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെയല്ലാത്ത ഒരു കൂട്ടം കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് വടക്കഞ്ചേരി മദർ തെരേസ UP സ്കൂളിലെ അധ്യാപകർ. അങ്ങനെ ഇവർ വളർത്തിയെടുക്കുന്ന ഒരു കൂട്ടം കുട്ടികളാണ് ഇവര്. ഈ വെക്കേഷൻ സമയത്തും അവർ വായനയോട് വായനയാണ്, കളിയോട് കളിയാണ്. അതിന്റെ ഇടയ്ക്ക് മൊബൈൽ ഫോണൊക്കെ ഇടയ്ക്കൊന്ന് ഉപയോഗിച്ചോ? ഇല്ല, ഒട്ടുമില്ല. ഇല്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അപ്പൊ ഇഷ്ടല്ലേ ഇപ്പൊ? ഇല്ല. അതെന്താ? കാരണം കളിക്കാനൊക്കെ പോയപ്പോ രസമുണ്ടായിരുന്നു. അതൊരു മൊബൈൽ ഫോൺ ഇപ്പൊ ഇഷ്ടമല്ല. വെക്കേഷൻ എന്തൊക്കെ ചെയ്തു അപ്പൊ? കളിക്കാൻ പോയി, ബുക്ക് വായിച്ചു, പാട്ടൊക്കെ പഠിച്ചോ? ഈ വെക്കേഷന് പഠിച്ച പാട്ട് ഏതാ? ഒന്ന് കേക്കട്ടെ. കാറ്റുമറത്തിന് മരം മുറിഞ്ഞ് കാക്കിഭൂതങ്ങൾ വനനിറഞ്ഞ് യന്ത്രമോകുമ്പോൾ മന്ത്രമോകുമ്പോൾ അമ്മ കിളിക്കരഞ്ഞ്. മൊബൈൽ ഫോൺ വീട്ടിൽ അവിടെ ഇവിടെ അമ്മയുടെ കയ്യിലൊക്കെ കാണുമ്പോ വാങ്ങി ഉപയോഗിക്കാൻ തോന്നാറുണ്ടോ? ഇല്ല. ഇല്ല. എന്റെ അതിന് ഗെയിമൊക്കെ കളിക്കാൻ തോന്നാറുണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് തോന്നും, പക്ഷെ ചെയ്യില്ല അല്ലെ? അത് ടീച്ചർമാർ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നില്ല. ആഹാ, ടീച്ചർമാര് പറഞ്ഞ അതേപോലെ കേക്കും ആണോ? ശരി. നമ്മൾ സാധാരണ ടീച്ചർമാരും വലിയവരൊക്കെ എപ്പോഴും ഫോൺ ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തോന്നോ? ഇല്ല. ഇല്ല. അപ്പൊ എന്താ ചെയ്യാ അതിന് പകരം? ഞങ്ങൾ കളിക്കും, ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. പിന്നെ കഥ വായിക്കും, പിന്നെ ഡ്രോയിങ് ചെയ്യും, കളർ അടിക്കും. അമ്മേനെയൊക്കെ സഹായിക്കോ കുട്ടികളൊക്കെ? എന്തൊക്കെ സഹായിക്കാം? അടിച്ചു വാരി കൊടുക്കും, പാത്രം കഴുകി കൊടുക്കും, ഡാൻസ് കളിച്ചു, പാട്ട് പാടി, പുസ്തകങ്ങളും വായിച്ചു. എത്ര പുസ്തകം വായിച്ചു? 25 പുസ്തകം വായിച്ചോ? ശരി. എത്ര പാട്ട് പഠിച്ചു? കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിന്റെ അകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരയൂലോ. 1ാം ക്ലാസ്സിലെ